സാർ നമസ്കാരം. ഹണി റോസിന്റെ വിഷയം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോച്ചെ ജയിലിലാണ്. നാളെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇത്രയും ദിവസത്തിനിടയിൽ സമൂഹം ഒരു രണ്ട് തട്ടിലായിട്ടുണ്ടോ എന്നതാണ് സംശയം. അതായത് രാഹുൽ ഈശ്വർ ബോച്ചയെ അനുകൂലിച്ചുകൊണ്ട് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനെതിരായിക്കൊണ്ടൊക്കെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സമൂഹത്തിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ അനുകൂലിച്ചുകൊണ്ടും ബോച്ചയെ അനുകൂലിച്ചുകൊണ്ടും ഒരു പറ്റം ആളുകൾ വരുന്നുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, ആളുകളുണ്ട്. മറുഭാഗത്ത് ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ കടന്നാക്രമിക്കുകയും അവരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്യുന്ന ബോച്ചയുടെ നിലപാടിനോട് യാതൊരു തരത്തിൽ നമുക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം പ്രതിരോധിക്കുമെന്ന്. പക്ഷേ ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് എല്ലാ മേഖലകളിലും ഈ തുല്യനീതി നടപ്പാവുന്നുണ്ടോ? അതായത് MM മണിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു പെമ്പിള ഒരുമയ്ക്കെതിരെ. ഈ പറയുന്ന പോലെ രമ്യ ഹരിദാസിനെതിരെ ആലത്തൂരിൽ നിന്ന് വിജയരാഘവൻ പറഞ്ഞൊരു അശ്ലീല പരാമർശം ഉണ്ടായിരുന്നു. PM മാർഷോ ഒരു അശ്ലീല പരാമർശം നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം കുറേ അധികം ആളുകളെ സംരക്ഷിക്കുകയും ചില ആളുകൾക്ക് വേണ്ടി മാത്രം നിയമം പെട്ടെന്ന് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. എവിടത്തെ വരെ നമുക്ക് വിമർശിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാം, സ്വാതന്ത്ര്യം എവിടം വരെ ഉണ്ട് എന്നൊക്കെ. ഈ കാര്യത്തിൽ അങ്ങേക്ക് കൃത്യമായ അഭിപ്രായമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്ത നടപടി ശരിയാണെന്ന് കരുതുന്നുണ്ടോ? പാർത്ഥനത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പരാതി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമാണ്. ഇതൊരു പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പരാതിക്കാരിക്ക് അവർക്ക് എന്താണോ തോന്നിയിരിക്കുന്നത് അതാണ് പരാതിയുടെ അടിസ്ഥാനം. നമ്മൾ പൊതുസമൂഹത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാകാം. അത് പരാതി കൊടുക്കാനുള്ള കാര്യങ്ങളൊന്നും തന്നെ രാഹുൽ പറഞ്ഞില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാകാം. എന്നാൽ അത് പരാതി കൊടുക്കേണ്ടതാണ്. കാരണം രാഹുൽ ചെയ്തിരിക്കുന്നത് ഹണി റോസിനെ തുടർച്ചയായിട്ട് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായവും സമൂഹത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനം ഇതിൽ പരാതി കൊടുക്കുന്നയാളിന് പരാതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് താൻ ഹേർട്ട് ചെയ്യപ്പെടുന്നു എന്ന രീതിയിലത്തേക്കുള്ള തോന്നലുണ്ടാകാം. ഒരാൾ നിരന്തരം തന്നെ ഈ രീതിയിലത്തേക്ക് തൻ്റെ സ്വാതന്ത്ര്യത്തിന് മേൽ ഒരുപക്ഷെ അഭിപ്രായ പ്രകടനം നടത്തുന്നു എന്നുള്ളത് ഉണ്ടായിരിക്കാം. ഹണി റോസ് തന്നെ ആദ്യം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇരുന്നു. പക്ഷേ അതിനുശേഷവും അദ്ദേഹം സമാനമായിട്ടുള്ള പ്രസ്താവനകൾ തുടരുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ അവർ ആ കേസ് കൊടുക്കുന്നത്. അപ്പോൾ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള, അവർക്കതിൽ ഹേർട്ടാണോ? ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരതിൽ പറയുന്നുണ്ട്, അവരുടെ പിന്നീടിട്ടിരിക്കുന്ന കുറിപ്പിൽ തന്നെ പറയുന്നത് ആത്മഹത്യ ചെയ്യുന്ന രീതിയിലത്തേക്ക് വരെ ചിന്തിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ്. അപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെ ഒരാൾ നടത്തുന്ന പ്രസ്താവനകളുടെ പേരിൽ ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ആ രീതിയിലത്തേക്ക് പോകാമോ അരുതോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പേഴ്സണൽ ചോയ്സ് ആണ്. കാരണം അവിടെ രാഹുൽ ഈശ്വറിന് പറയാം 100% ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, പൊതുസമൂഹത്തിന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ആ ഒരു അനുഭവിക്കുന്ന വ്യക്തി, ആ ആൾ ഏത് രീതിയിലാണോ ഇതിനെ അനുഭവിച്ചിരിക്കുന്നത് എന്നുള്ള അവരുടെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പരാതി ജസ്റ്റിഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവർക്ക് പരാതി കൊടുക്കാം. തീർപ്പ് കൽപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള കോടതികളാണ്. അതുകൊണ്ട് തന്നെ കോടതി ഇതിൽ രണ്ട് വശവും കേട്ടതിന് ശേഷം കോടതി ഇതിൽ ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. കാരണം പരാതി കൊടുക്കാനും സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശവും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ താൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയെ ന്യായീകരിക്കുന്നതിനും അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിനുമുള്ള അവകാശം രാഹുൽ ഈശ്വറിനുമുണ്ട്. ആ രീതിയിലുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ കഴിയുന്നത്. നേരത്തെ പാർത്ഥൻ തന്നെ ഉപയോഗിച്ചിരുന്ന തുല്യനീതി എന്നുള്ളൊരു വാക്കുണ്ട്, അതവിടെ നടക്കപ്പെടട്ടെ എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതേസമയം പാർത്ഥൻ പറഞ്ഞ മറ്റൊരു പോയിന്റ് കൂടി റെലവൻ്റ് ആണ്. കാരണം സമൂഹത്തിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഹണി റോസിനെ വിമർശിക്കുന്ന ആൾക്കാരുടെ എണ്ണം ആദ്യ ദിവസങ്ങളിലൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് അത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് സമൂഹത്തിൽ രാഹുൽ ഈശ്വർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കൂ, ആൾക്കാരോട് അഭിപ്രായം ചോദിക്കൂ. ആ ആൾക്കാരെല്ലാവരും തന്നെ ബോച്ചയെ അനുകൂലിക്കുന്നുണ്ടാവുന്നില്ല, പക്ഷേ ഹണി റോസിനെ എതിർത്തിട്ടായിരിക്കും ആൾക്കാർ സംസാരിക്കുക എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നതിന് അദ്ദേഹം കാണുന്ന ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള തെളിവ്, അതും അദ്ദേഹം ചർച്ചകളിൽ പറയാറുണ്ട്. ചർച്ചകളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിലൊക്കെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയൊരു വിഭാഗം ഹണി റോസിനെ വിമർശിക്കുന്ന, അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ വിമർശിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നമ്മുടെ രാജ്യത്ത് 140 കോടി ആൾക്കാരുണ്ട് എങ്കിൽ അതിൽ ഹണി റോസ് ഒഴികെ 140 കോടി ആൾക്കാരും അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ, വസ്ത്രധാരണത്തിനെയൊക്കെ എതിർത്താലും ആ 140 കോടി ആൾക്കാരുടെ എതിർപ്പും ഹണി റോസിൻ്റെ ഭരണഘടനാ ദത്തമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിനോ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനോ മുകളിലല്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ കമൻറ്റ് ഓവർവെൽമിംഗ്ലി രാഹുൽ ഈശ്വറിന് അനുകൂലമാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ, ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ പൊതുസമൂഹത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഹണി റോസിനെ വിമർശിക്കുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ഹണി റോസിനുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നില്ല.
ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വലിൻ്റെ റൈറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിൽ കോടതി ഒരു സർവേ നടത്തി പൊതുജനാഭിപ്രായം ആരാഞ്ഞതിന് ശേഷമല്ല തീരുമാനമെടുക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് ഹണി റോസിന് ഒരു പ്രത്യേക ഡ്രസ് കോഡ് നിഷ്കർഷിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അത് ഡീസൻസി, മൊറാലിറ്റി, പബ്ലിക് ഓർഡർ തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ധരിക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളും വെസ്റ്റേൺ വെയറുമാണ്. അവർ ധരിക്കുന്ന വെസ്റ്റേൺ വെയർ അവർ മാത്രം ധരിക്കുന്നതല്ല, നമ്മുടെ നാട്ടിൽ നിരവധി ആൾക്കാർ ധരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പല കടകളിലും, മോളുകളിൽ മാത്രമല്ല അല്ലാതെയുള്ള പല ഫാഷൻ സ്റ്റോറുകളിലുമൊക്കെ ലഭ്യമാകുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെ ധരിക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളതെല്ലാം തന്നെ അവരുടെ ചോയ്സാണ്. പ്രത്യേകിച്ച് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഡ്രസ് കോഡൊന്നുമില്ല. അപ്പോൾ അത് അവിടെ ആ ഉദ്ഘാടനം കാണാനായിട്ട് വരുന്ന ആൾക്കാർക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ ഹണി റോസിനുമുണ്ട്. ഹണി റോസ് മറ്റൊരാളിൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കമ്പാരിസൺ പറഞ്ഞാൽ, ബോബി ചെമ്മണ്ണൂർ ധരിക്കുന്ന വസ്ത്ര രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളല്ല ബോബി ചെമ്മണ്ണൂർ ധരിക്കുന്നത്. പക്ഷേ ഇന്ന് കരുതി നമുക്ക് പറയാൻ കഴിയുമോ ബോബി ചെമ്മണ്ണൂർ ഇനിമേൽ ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല? അതിൽ തന്നെ പല ആൾക്കാരും അദ്ദേഹത്തെ പലപ്പോഴും ട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രമാണ്, പഴയ ചട്ടയും മുണ്ടുമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ ആൾക്കാർ ആരെങ്കിലും പറയുമോ നിങ്ങൾ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രമാണ്, ഇത് ശരിയല്ല, നിങ്ങൾ പുരുഷന്മാരെ എല്ലാവരെയും തന്നെ ഇകഴ്ത്തുന്നു എന്ന രീതിയിലത്തെ ഒരു അഭിപ്രായം പറയേണ്ടുന്ന കാര്യം പൊതുസമൂഹത്തിനില്ല. കാരണം അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം ധരിക്കുന്ന വസ്ത്രം ആഭാസമാണോ അശ്ലീലമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അഭിപ്രായം. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് തനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ഹണി റോസിനും ഒരു പൊതു ചടങ്ങിൽ പോകുന്ന സമയത്ത് പ്രത്യേക ഡ്രസ് കോഡ് നിഷ്കർഷിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശബരിമല പ്രക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്നോ മറ്റോ എഴുതിയിരുന്ന ഒരു ഹെഡ് ബാൻഡ് രാഹുൽ ഈശ്വർ ധരിച്ചിരുന്നത് നമുക്കറിയാവുന്നതാണ്. എന്ന് കരുതി അന്ന് അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അത് ഹെഡ് ബാൻഡായിട്ട് ധരിക്കേണ്ടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വറിനെ എതിർക്കുകയോ അദ്ദേഹം അത് ധരിക്കാൻ പാടില്ല എന്ന് പറയുകയോ ചെയ്യുന്നില്ല. രാഹുൽ ഈശ്വർ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരു ഫ്ലാഗോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ ഒക്കെ തന്നെ അദ്ദേഹം വെക്കാറുണ്ട്. നിങ്ങൾ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളല്ലല്ലോ എന്ന രീതിയിൽ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് ധരിക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പദവിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞൊന്നും അദ്ദേഹത്തിനെ വിമർശിക്കുന്നതിൽ കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഒരു ചർച്ചയിൽ വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേക ഡ്രസ് കോഡ് നിഷ്കർഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അതേ സ്വാതന്ത്ര്യം തന്നെയുണ്ട്. അതല്ല എങ്കിൽ നാളെ ഹണി റോസ്, രാഹുൽ ഈശ്വർ എന്ത് ധരിക്കണം, ബോബി ചെമ്മണ്ണൂർ എന്ത് ധരിക്കണം എന്ന് അവർക്കും ഡിക്റ്റേറ്റ് ചെയ്തുകൂടെ? അങ്ങനെയുള്ള ഒരു സമൂഹത്തിലല്ല നമ്മൾ കഴിയുന്നത്. യൂണിഫോം ആപ്ലിക്കബിൾ ആയിട്ടുള്ള, ഡ്രസ് കോഡ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെ അത് പാലിക്കുക എന്ന് പറയുന്നത് മര്യാദയാണ്. പിന്നെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മാന്യത, ഇപ്പോൾ നമ്മൾ തന്നെ പറയുന്ന സബ്ജക്ട് ടു പബ്ലിക് മൊറാലിറ്റി അല്ലെങ്കിൽ ഡീസൻസി, പബ്ലിക് ഓർഡർ എന്നൊക്കെ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് നമ്മൾ എഴുതി വെച്ചില്ല എങ്കിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഉടനെ ആൾക്കാർ ചോദിക്കുന്നത്, ഒരു സ്ത്രീ പരസ്യമായിട്ട് ബിക്കിനി ഇട്ടുകൊണ്ട് റോഡിൽ കൂടി നടന്നു കഴിഞ്ഞാലോ, ഒരു പുരുഷൻ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് നടന്നാലോ? ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അത് സാധാരണ രീതിയിലുള്ളതല്ല എന്ന്. അതുകൊണ്ടാണ് എക്സ്ട്രീം എക്സാമ്പിളുകളിലേക്ക് ആൾക്കാർ പോകുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടേക്കാം. പക്ഷേ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടല്ല നമ്മൾ ഈ പറയുന്ന ആൾക്കാരും തന്നെ പൊതുസമൂഹത്തിലേക്ക് പോകുന്നത്. അവർ ധരിക്കുന്നത് മാന്യമായ വസ്ത്രമാണ്. ഒരു വെസ്റ്റേൺ വെയർ എങ്ങനെയാണോ ധരിക്കേണ്ടത് ആ രീതിയിലാണ് അവർ ധരിക്കുന്നത്. അതേപോലെ ഒരു ട്രഡീഷണൽ വെയർ എങ്ങനെയാണോ ധരിക്കുന്നത് ആ രീതിയിലാണ് അവർ ധരിക്കുന്നത്. അതല്ലാതെ ഇന്ന വസ്ത്രങ്ങൾ അവർ ധരിച്ചിരിക്കുന്നത് അസഭ്യമാണ്, അത് ഡീസൻസിക്ക് വിരുദ്ധമാണ് എന്നൊന്നും തന്നെ ഇന്നേ വരെ ആരും പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തന്നിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്കെല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റൊരാളിൻ്റെ മൂക്കിൻ തുമ്പിൽ അവസാനിക്കും. അതിനുശേഷം അയാളുടെ ബോഡി, അയാളുടെ താല്പര്യം, അയാളുടെ ഇഷ്ടം, അയാളുടെ അവകാശം, അതിനെ റെസ്പെക്ട് ചെയ്യാൻ കൂടി നമ്മൾ ശ്രമിക്കുക എന്നൊരു കാര്യമുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി അങ്ങയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇതിനോടൊപ്പം ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാധ്യമങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുകയും രാഹുൽ ഈശ്വറിനോടൊക്കെ തന്നെ വളരെ കർശനമായ രീതിയിൽ ആ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ അവതാരകർ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ചാനലുമായി ബന്ധപ്പെട്ട് ഒരു കലോത്സവത്തിനിടയ്ക്ക് കുട്ടികളോട് അശ്ലീലപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ കമൻറ്റുകൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ആ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അത് വളരെ ഇത്ര വലിയ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങളൊന്നും തന്നെ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ സൂപ്പർ പ്രൈം ടൈമുകളോ അല്ലെങ്കിൽ 9 മണി ചർച്ചകളോ ഒന്നുമായി എടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ മാധ്യമങ്ങൾക്ക്
ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ അവരുടെ തെറ്റുകൾ, ഇത്തരം അശ്ലീല പരാമർശങ്ങൾ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കൊക്കെ എതിരെ അവരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നം വരുമ്പോൾ അവരതിനെ ഓൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൂടെ പരിഗണിച്ചുകൊണ്ട് അങ്ങയുടെ അഭിപ്രായം. പ്രാർത്ഥന നല്ല ചോദ്യമാണ്. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ പല വിഷയങ്ങളിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ പലപ്പോഴും എന്തെങ്കിലും ഒരു വലിയ രീതിയിലത്തേക്കുള്ള തെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവരെ ഒരു പരിധി കഴിഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് മറ്റ് മാധ്യമങ്ങൾ ശ്രമിക്കാറില്ല. അതായത് ഇപ്പോൾ ഹണി റോസിൻ്റെ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ വിഷയം, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയം നമ്മൾ എടുത്തോളൂ. അങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, താങ്കൾ പറഞ്ഞതുപോലെ എങ്ങനെയാണോ അന്തിച്ചർച്ചകൾ ഉണ്ടാകുന്നത്, അങ്ങനെ ഉണ്ടാകുന്നില്ല. പലപ്പോഴും മാധ്യമങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് സമാനമായ രീതിയിലത്തേക്കുള്ള ചർച്ചകൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ആ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ളത് മൈനർ പെൺകുട്ടികളാണ് വരുന്നത്. മൈനർ ആൺകുട്ടികളും മൈനർ പെൺകുട്ടികളുമാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ വരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേദിയിൽ വരുന്ന സമയത്ത് അവരോട് ഏത് രീതിയിലത്തേക്ക് ഇടപെടണം, എന്ത് ചോദ്യങ്ങൾ ചോദിക്കണം, ഏത് രീതിയിലത്തേക്ക് ചിത്രീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറേയധികം ഗൈഡ് ലൈനുകൾ ഉണ്ടാകേണ്ടതാണ്. അൺഫോർച്ചുനേറ്റ്ലി നിലവിലതില്ല. അപ്പോൾ സർക്കാർ അതൊക്കെ തന്നെ എങ്ങനെയാണ് കലോത്സവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്, മൈനറായിട്ടുള്ള കുട്ടികളോട് എങ്ങനെ ഇൻട്രാക്ഷൻസ് മാധ്യമങ്ങൾ നടത്തണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ടാക്കണം. കാരണം ഇത് പ്രിന്റ് മീഡിയ മാത്രം ഉണ്ടായിരുന്ന കാലമല്ല, ഡിജിറ്റൽ മീഡിയയും അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം തന്നെ ഇന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വായി തോന്നുന്ന പോലെ തോന്നുന്ന ചോദ്യങ്ങൾ, ഒരുപക്ഷെ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ, ഇനി 18 വയസ്സിന് മുകളിലുള്ളതാണെങ്കിലും അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് അവരതിൻ്റെ മറുപടി പറയുന്നത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കുക, പിന്നെ അതിൻ്റെ പേരിൽ കുറേയധികം ആൾക്കാർ ഇരുന്നതിന് ശേഷം അതിനെ തമാശയാക്കിക്കൊണ്ട് ആ പെൺകുട്ടിയെ ഒബ്ജക്ടിഫൈ ചെയ്തുകൊണ്ട് വീണ്ടും സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് വലിയ കുറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറ്റം ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ ഇടയിൽ നമുക്ക് പറയാവുന്ന പോലെ ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് എന്നൊക്കെ പറയാവുന്ന എന്തോ ഒന്ന് അവിടെ നിലനിൽക്കുന്നുണ്ട്. പല മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തു കേട്ടോ. ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും വാർത്തകൾ കൊടുത്തു. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിനെ ഒരു സജീവ ചർച്ചയാക്കാനായിട്ട് അവർ ശ്രമിച്ചില്ല. അത് പല വിഷയങ്ങളിലുമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. ഈ മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ വാർത്തകളിൽ കടന്നുകൂടുന്ന തെറ്റുകളെ പറ്റി നമ്മൾ വിമർശിച്ച് നോക്കും. ആ സമയം മുതൽ നമുക്കവർ അനഭിമതരാകും. ഇപ്പം എന്നെ നമ്മൾ ഇതേപോലെയുള്ള എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ ബഹിഷ്കരിച്ചിരിക്കുന്ന ചാനലുകളുണ്ട്. അവർ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, ഞാനൊട്ട് ചോദിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ അവരെ പലപ്പോഴും അവർ കാണിക്കുന്ന അവരുടെ റിപ്പോർട്ടിങ്ങിലുള്ള തെറ്റുകൾ വിമർശിക്കാറുണ്ട്. കാരണം വളരെ കൂടുതൽ നമുക്കൊരു ടോളറൻസ് ലിമിറ്റ് ഒക്കെ പറയാം, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള പൊട്ടത്തരങ്ങളും ബ്ലണ്ടറുകളൊക്കെ തന്നെ ഇവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് ഇനി അവനെ വിളിക്കണ്ട എന്നാണോ തീരുമാനം? അങ്ങനെ ആയിരുന്നെങ്കിലോ ഒന്നാലോചിച്ച് നോക്കുക. അപ്പോൾ ഇവർ കാണിക്കുന്ന അസഹിഷ്ണുത എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇവർക്ക് ഈ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരെ മുഴുവൻ വിമർശിക്കാം, ഇവർക്ക് ഈ നാട്ടിലുള്ള പാർട്ടികളെ വിമർശിക്കാം, വ്യക്തികളെ വിമർശിക്കാം, ആരെയും വിമർശിക്കാം. പക്ഷെ അവരെ മറ്റുള്ള ആൾക്കാർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന രീതിയിൽ അവർ ചിന്തിക്കുകയാണ് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതിനെ ഒരു വലിയ അധികാര സ്ഥാപനമായിട്ട്, അധികാര കേന്ദ്രമായിട്ട് കാണുന്നുവെന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഈ ഹണി റോസിൻ്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ ഹണി റോസ് പോലും അത് അംഗീകരിക്കും. അവരുടെ പരാതി ആയതുകൊണ്ടാണ് അതിന് പുറത്ത് ഈ രീതിയിലത്തേക്കുള്ള നടപടി ഉണ്ടായത്. ഒരു സാധാരണക്കാരി, അധികം പ്രശസ്തയല്ലാത്ത ഒരാൾ അങ്ങനെ ആയിരുന്നു പരാതി കൊടുത്തിരുന്നത് എങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ഒരാളിനെ ഇതേ രീതിയിലത്തേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ശ്രമിക്കുമായിരുന്നു? ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ സിനിമയിൽ തന്നെ ഉള്ള ഒരാൾ, മറ്റൊരാൾ ഹണി റോസിനെ പോലെ തന്നെ ഉള്ള രീതിയിലത്തേക്കുള്ള പ്രശസ്തി ഇല്ലാത്ത മറ്റൊരാളായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിൽ പോലീസ് പ്രവർത്തിക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെയുള്ള സ്ത്രീകളുടെ എല്ലാം സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് സർക്കാരിന് കഴിഞ്ഞോ? മുഖ്യമന്ത്രി പറയുന്ന ആ പ്രസ്താവനകളൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഹണി റോസിനെ മുഖ്യമന്ത്രി വിളിക്കുന്നു, നല്ല കാര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതേപോലെ കംപ്ലൈൻറ്റ് പറയുന്ന എല്ലാ സ്ത്രീകളെയും മുഖ്യമന്ത്രി വിളിക്കാറുണ്ടോ? ഇല്ല. ഇനി മറ്റു തരത്തിലുള്ള ജസ്റ്റിസ് ഡിനൈ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ വിളിക്കാറുണ്ടോ? നവീൻ ബാബുവിൻ്റെ വിഷയം നമുക്കറിയാം, നവീൻ ബാബുവിൻ്റെ ഭാര്യയെ വിളിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ അതിനർത്ഥം ഒരു വിഷയം വളരെ വലിയ രീതിയിലത്തേക്ക് അത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുകയും ആ നടിക്കൊപ്പമാണ് എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നൊരു സ്വീകാര്യത കിട്ടും എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് ഈ ഒരു വിഷയത്തിൽ ശരിയാണ്. പക്ഷേ മറ്റു വിഷയങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. എല്ലാ വിഷയത്തിലും ഉണ്ടായെങ്കിൽ മാത്രമേ സർക്കാർ ഹണി റോസിനോട് പോലും ഒരു നീതി കാണിക്കുകയുള്ളൂ. കാരണം ഹണി റോസ് ഇവിടെ പറയുന്നത് എന്താണ്? തൻ്റേത് മാത്രമായിട്ടുള്ള ഒരു പോരാട്ടം എന്നല്ല, ഇത് തൻ്റെ ഒരു യുദ്ധപ്രഖ്യാപനമാണ്, ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്നാണ്. അപ്പോൾ ആ യുദ്ധത്തിനുള്ള സന്നാഹം നൽകേണ്ടത് സർക്കാരാണ്, പോലീസാണ്. അത് മറ്റുള്ള ആൾക്കാരുടെ വിഷയങ്ങളിലും സമാനമായിട്ടുള്ള നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ആ യുദ്ധം പൂർണ്ണമായ പരിസമാപ്തിയിലേക്കും വിജയത്തിലേക്കും എത്തുകയുള്ളൂ. അപ്പോൾ ഹണി റോസിൻ്റെ കേസിൽ മാത്രമല്ല
മറ്റുള്ളവരുടെ കേസിൽ കൂടി ഹെൽപ്പ് ചെയ്തിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാൽ, സാമൂഹ്യമായിട്ടുള്ള മറ്റു വിഷയങ്ങളാൽ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഹണി റോസിൻ്റെ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ഏറെ സ്വാഗതാർഹമാണ്. പക്ഷേ മറ്റുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ കൂടി ഈ പരിഗണന സർക്കാരും മാധ്യമങ്ങളും ഈ പറയുന്ന ഫെമിനിസ്റ്റ് ചിന്താധാരയിലുള്ള മറ്റ് സോഷ്യലിസ്റ്റ് പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഒക്കെ സ്വീകരിച്ചാൽ അത് ഒരുപാട് നല്ലതായിരിക്കും എന്ന അഭിപ്രായം കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.